ഭാരതീയ ദർശനം അങ്ങനെയാണ്. അങ്ങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പൂജാപുഷ്പങ്ങളെ നോക്കിയാൽ മനസ്സിലാകും. പൂജാപുഷ്പങ്ങളുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഭ്രൂണഹത്യാ സാധ്യതകളെ ആചാരവൽക്കരിക്കാത്തതാണ് നമ്മളുടെ ആചരണ പദ്ധതികൾ. ജീവനെ ഹനിക്കാത്തതാണ് നമ്മളുടെ ആചരണ പദ്ധതികൾ. അങ്ങനെ എടുക്കുമ്പോഴാണ് പൂജാപുഷ്പങ്ങളെ അങ്ങേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. താമരപ്പൂ എടുക്കും. ഏറ്റവും സാത്വികമായിട്ടുള്ള ഗുണമുള്ള വായു ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് താമരക്കകത്താണ്. ഏറ്റവും സാത്വികമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠ പുഷ്പമാണ് താമര. നമ്മുടെ ദേശീയ പുഷ്പമാണ്. പൂജയ്ക്ക് എടുക്കും. അത് ശുഭകരമായിട്ടുള്ള പൂജയ്ക്കാണ് താമര എടുക്കുകയുള്ളു. മരണാനന്തര കർമ്മങ്ങൾക്ക് എടുക്കില്ല. അപ്പൊ ആ താമര പൂജയ്ക്ക് എടുക്കുന്നത്, അതിന്റെ പ്രത്യുൽപാദനം നടക്കുന്നത് താമരപ്പൂവിലൂടെയല്ല, കിഴങ്ങിലൂടെയാണ്. ചെത്തിപ്പൂ എടുക്കും. ചെത്തിപ്പൂ വേരിലൂടെയാണ് അത് പൊട്ടിക്കിളിക്കുന്നത്. അതിന്റെ തുളസി ഇലയാണ് പറഞ്ഞിട്ടുള്ളൂ, കതിര് പറഞ്ഞിട്ടില്ല. കതിര് ഒഴിവാക്കാനാ പറഞ്ഞിരിക്കുന്നത്. തുളസി കതിരിനകത്ത് വിത്തുണ്ടല്ലോ. പിന്നെയോ മുല്ലപ്പൂ പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പൂ അതുപോലെ തന്നെയാണ്. പ്രത്യുൽപാദനത്തെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്താതെ ഇത്തരത്തിലുള്ള പൂക്കൾ ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള പൂക്കളാണ്. ഒരേ സമയം പ്രത്യുൽപാദനത്തെ സഹായിക്കാത്തതും എന്നാൽ ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള പൂക്കളെയാണ് പൂജാപുഷ്പങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും, സസ്യങ്ങളുടെ കാര്യത്തിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും, ഒരു ജീവനെയും ഹനിക്കാത്തതാണ് ആചരണ പദ്ധതികൾ.